ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ ഓണം എക്സാമുമായി ബന്ധപ്പെട്ട പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ ഓൾറെഡി ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അത് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിലെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആക്ടിവിറ്റി നമ്പർ 1. In the story, the little train, the toys and dolls are worried because the train stops. എന്താണ് നമുക്കറിയാം, ദ ലിറ്റിൽ ട്രെയിൻ എന്നുള്ള സ്റ്റോറി അല്ലേ. ആ സ്റ്റോറിയിൽ ഡോൾസും ടോയ്സും ഒക്കെ വളരെയധികം വറീഡ് ആയിരുന്നു അവരുടെ ട്രെയിൻ സ്റ്റോപ്പ് ആയപ്പോൾ. പ്രിപ്പയർ എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ടോയ് ക്ലൗൺ ആൻഡ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ വെൻ ദേ മീറ്റ്. എന്താണ് ടോയ് ക്ലൗണും അതുപോലെ തന്നെ ലിറ്റിൽ ബ്ലൂ എൻജിനും കൂടെ മീറ്റ് ചെയ്തപ്പോൾ ഒരു കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ ചോദിക്കാം? ടോയ് ക്ലൗൺ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ മാറ്റർ, എന്താണ് ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് അല്ലേ. അപ്പോൾ ലിറ്റിൽ ബ്ലൂ എൻജിൻ പറയാണ്, ദ ട്രെയിൻ ഹാസ് സ്റ്റോപ്ഡ് ആൻഡ് കനോട്ട് മൂവ്. എന്താണ് ട്രെയിൻ സ്റ്റോപ്പായത്, മൂവ് ചെയ്യുന്നില്ല. ടോയ് ക്ലൗൺ, ക്യാൻ യു ഹെൽപ്പ് us പുൾ ദ ട്രെയിൻ. എന്താണ് ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യോ, ഒന്ന് പുള്ള് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ലിറ്റിൽ ബ്ലൂ എൻജിൻ എന്താ പറയുന്നത്, ഐ വിൽ ട്രൈ. ഞാൻ ട്രൈ ചെയ്യാം. ദോ ഐ ആം നോട്ട് വെരി ബിഗ്. പക്ഷെ ഞാനൊരിക്കലും ബിഗ് അല്ല, ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് പറയാൻ. ടോയ് ക്ലൗൺ പറയാണ്, വി വുഡ് ബി വെരി ഗ്രേറ്റ്ഫുൾ ഇഫ് യു കുഡ് ഹെൽപ്പ്. എന്താണ് നീ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമായിരിക്കും എന്ന് പറയാൻ. ലിറ്റിൽ ബ്ലൂ എൻജിൻ പറയാണ്, ഐ തിങ്ക് ഐ ക്യാൻ ഡു ഇറ്റ്. എനിക്ക് തോന്നുന്നത് എനിക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ടോയ് ക്ലൗൺ പറയാണ്, താങ്ക് യു സോ മച്ച് ഫോർ ഹെൽപ്പിംഗ് അസ്. ഞങ്ങളെ ഹെൽപ്പ് ചെയ്തതിന് വളരെയധികം നന്ദി എന്ന് പറയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു കോൺവെർസേഷൻ എഴുതാൻ ചിലപ്പോൾ നിങ്ങൾക്ക് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുപോലെ മറ്റൊരു കോൺവെർസേഷൻ നമുക്ക് നോക്കാം. ആക്ടിവിറ്റി നമ്പർ 2. ചെസ്റ്റർ റക്കൂൺ ഡസൻറ്റ് വാണ്ട് ടു ഗോ ടു സ്കൂൾ. എന്താണ് നമ്മുടെ ചെസ്റ്റർ റക്കൂൺസിനെ കുറിച്ച് നമുക്കറിയാം, ഒന്നാമത്തെ നമ്മുടെ യൂണിറ്റിലുള്ളതാണ്. ആൾക്ക് സ്കൂളിൽ പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല അല്ലേ. അപ്പോൾ ആൾക്ക് സ്കൂളിൽ പോകണ്ട. ഈസ് മദർ കമ്പൽസ് ചെയ്യും. പക്ഷേ മദർ എന്താണ് കമ്പൽ ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ട്. റൈറ്റ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ചെസ്റ്റർ റക്കൂൺ ആൻഡ് ഈസ് മദർ. ചെസ്റ്റർ റക്കൂണും മദറും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മദർ, വൈ ആർ യു സെയിങ് ദാറ്റ്. നീ എന്താണ് ഇങ്ങനെ പറയുന്നത്? ചെസ്റ്റർ, ഐ വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു. എനിക്ക് നിങ്ങളുടെ കൂടെ വീട്ടിൽ നിൽക്കണം. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കളിക്കണം. മദർ, യു വിൽ ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ് ഫ്രം യുവർ സ്കൂൾ. നിൻ്റെ സ്കൂളിൽ നിന്ന് നിനക്ക് പുതിയ ഫ്രണ്ട്സിനൊക്കെ കിട്ടും. ചെസ്റ്റർ പറയാണ്, നോ, ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്. എനിക്ക് എൻ്റെ ടോയ്സൊക്കെ ആയിട്ട് കളിച്ചാൽ മതി. പ്ലീസ് മേ ഐ സ്റ്റേ വിത്ത് യു. ഞാൻ നിങ്ങളുടെ കൂടെ ഇവിടെ നിന്നോട്ടെ. മദർ പറയാണ്, നോ യു കാണ്ട്. നിനക്ക് പറ്റില്ല. ഇഫ് യു ആർ സ്റ്റേയിങ് ഹിയർ ഹൗ ക്യാൻ യു സ്റ്റഡി. നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നീ എങ്ങനെ പിന്നെ പഠിക്കൂ? ചെസ്റ്റർ പറയാണ്, ഐ വിൽ സ്റ്റഡി ഫ്രം മൈ ബുക്സ്. ഞാൻ എൻ്റെ ബുക്സിൽ നിന്നൊക്കെ പഠിച്ചോളാം. നോ മാറ്റർ വാട്ട്. അതൊന്നും ഒരു പ്രശ്നമല്ല. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. എന്താണ് എനിക്ക് സ്കൂളിൽ പോകണ്ട, ഞാൻ ഇവിടെ നിന്നിട്ട് പഠിച്ചോളാം. അതൊന്നും ഒരു വിഷയമല്ല. എനിക്ക് എൻ്റെ ടോയ്സിൻ്റെ കൂടെയും എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഇവിടെ നിന്ന് പഠിക്കണമെന്ന് പറയാണ്. മദർ, സംടൈംസ് യു ഹാവ് ടു ഡു തിങ്സ് ദാറ്റ് യു വാണ്ട് ടു ഡു. ചില സമയത്ത് നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ബട്ട് ഐ ആം ഷുവർ യു വിൽ ലവ് സ്കൂൾ വൺസ് യു സ്റ്റാർട്ട്. പക്ഷെ എനിക്ക് ഉറപ്പാണ് നീ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് സ്കൂൾ വളരെയധികം ഇഷ്ടമാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. ചെസ്റ്റർ, ഐ ആം അഫ്രൈഡ് ടു ലീവ് ഹോം വിത്തൗട്ട് യു മദർ. എനിക്ക് ആക്ച്വലി ഈ വീട്ടിൽ നിന്നും നിങ്ങളില്ലാതെ പോകാൻ എനിക്ക് പേടിയാണ്. മദർ പറയാണ്, വെൽ ലെറ്റ് മീ ടെൽ യു എ സീക്രട്ട് ദാറ്റ് ക്യാൻ മേക്ക് യു ഓവർകം യുവർ ഫിയർ. എന്താണ് ഞാൻ നിനക്കൊരു സീക്രട്ട് പറഞ്ഞു തരാം, അത് നിൻ്റെ ഈ ഒരു പേടിയൊക്കെ മാറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുമെന്ന് പറയാണ്. അപ്പോൾ ആ സീക്രട്ട് എന്താണെന്നൊക്കെ നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കോൺവെർസേഷൻ നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത ആക്ടിവിറ്റി നോക്കൂ. യു മൈറ്റ് ഹാവ് എക്സ്പീരിയൻസ്ഡ് ദ ട്രെയിൻ ഇൻ ഡിഫറെൻറ്റ് വേയ്സ്. എന്താണ് നമുക്ക് ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായിരിക്കും അല്ലേ. റൈറ്റ് യുവർ എക്സ്പീരിയൻസ് ബിലോ. നിങ്ങളുടെ ആ എക്സ്പീരിയൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വൺ ഡേ ഐ ഫോർഗോട്ട് ടു ടേക്ക് മൈ അംബ്രല്ല ടു സ്കൂൾ. എന്താണ് ഇതേപോലെ ഞാനും സ്കൂളിലേക്ക് പോകുമ്പോൾ അംബ്രല്ല ഒക്കെ എടുക്കാൻ മറന്നുപോയി. ഓൺ മൈ വേ ദർ ഇറ്റ് സ്റ്റാർട്ട് ടു റെയിൻ ഹെവിലി. അപ്പോൾ എന്താണ്ടായത്, പോകുന്ന വഴിക്ക് നല്ല മഴ പെയ്തു. ഐ ഗോട്ട് കംപ്ലീറ്റ്ലി ട്രെഞ്ച്ഡ് ആൻഡ് ബൈ ദ ടൈം ഐ റീച്ച് ടു സ്കൂൾ ഐ വാസ് സോക്ക്ഡ് ത്രൂ. എന്താണ് ഞാൻ പോകുന്ന വഴിക്ക് വളരെയധികം നനഞ്ഞ് ആകെ മുഷിഞ്ഞു. അങ്ങനെ ഞാൻ സ്കൂളിലേക്ക് എത്തി. സിറ്റിംഗ് ഇൻ ദ ക്ലാസ് വാസ് അൺകംഫർട്ടബിൾ ബിക്കോസ് മൈ ക്ലോത്ത്സ് വെർ വെറ്റ്. പക്ഷേ ആ ക്ലാസ്സിൽ ഇരിക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു, കാരണം എൻ്റെ ഡ്രസ്സൊക്കെ വളരെ വെറ്റായിരുന്നു. ആൻഡ് ഐ ഫെൽറ്റ് കോൾഡ് ആൻഡ് മിസറബിൾ. എന്താണ്
എനിക്ക് വളരെയധികം തണുപ്പ് തോന്നുകയും വളരെയധികം ഒരു ഡിസ്കംഫേർട്ട് തോന്നുകയും ചെയ്തു. ഇറ്റ് വാസ് ഹാർഡ് ടു കോൺസെൻട്രേറ്റ് ആൻഡ് ഓൾ ഐ കുഡ് തിങ്ക് എബൌട്ട് വാസ് ഗെറ്റിംഗ് ട്രൈ. എന്താണ് ഞാനപ്പോൾ എനിക്കൊരു ഒന്നിലും ക്ലാസ്സൊക്കെ എടുക്കുന്നതിലൊന്നും എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. ഞാൻ വളരെയധികം ഡിസ്റ്റർബ് ആയിരുന്നു. എൻ്റെ ഡ്രസ്സ് ഒന്ന് ഡ്രൈ ആയാൽ മതി എന്ന് ഞാൻ ആ സമയത്ത് ചിന്തിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എഴുതാനും ചിലപ്പം വരാം. ഇനി അടുത്തത് നോക്കൂ, ആക്ടിവിറ്റി നമ്പർ 4 ആണ്. ഇമാജിൻ യു ആർ ചെസ്റ്റർ ഫ്രം ദ കിസ്സിങ് ഹാൻഡ്. നിങ്ങൾ ചിന്തിക്കുക, കിസ്സിങ് ഹാൻഡ് എന്നുള്ള സ്റ്റോറിയിൽ ചെസ്റ്റർ നിങ്ങളാണെന്നൊന്ന് ഇമാജിൻ ചെയ്യുക. റൈറ്റ് എ ലെറ്റർ ടു എ ഫ്രണ്ട് ഡിസ്ക്രൈബിങ് യുവർ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ ആൻഡ് ഹൗ യുവർ മദേഴ്സ് സീക്രട്ട് ഹെൽപ്പ് യു ഫീൽ ബെറ്റർ. എന്താണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഒരു ഫസ്റ്റ് ഡേ സ്കൂളിൽ പോയപ്പോൾ നിങ്ങളുടെ മമ്മി എന്ത് സീക്രട്ടാണ് നിങ്ങൾക്ക് നല്ലൊരു ബെറ്റർ ഒരു കംഫർട്ട് സോൺ കിട്ടാൻ വേണ്ടി നിങ്ങളുടെ അമ്മ എന്ത് സീക്രട്ടാണ് നിങ്ങൾക്ക് തന്നത് എന്നതിനെ കുറിച്ചിട്ട് ഒരു ലെറ്റർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ എഴുതാം? ഡിയർ ഫ്രണ്ട്, ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. ഐ വാണ്ട് ടു ഷെയർ മൈ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ വിത്ത് യു. എൻ്റെ ഫസ്റ്റ് ഡേ നീയുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വാസ് വെരി നെർവസ് ആൻഡ് ഐ ഡിഡൻറ്റ് വാണ്ട് ടു ലീവ് മൈ മോം. എന്താണ് ഞാനും വളരെയധികം നെർവസ് ആയിരുന്നു. എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് പോകേണ്ടായിരുന്നു. ബട്ട് ഷീ സ്റ്റാർട്ടഡ് എ സ്പെഷ്യൽ സീക്രട്ട് വിത്ത് മീ കോൾഡ് ദ കിസ്സിങ് ഹാൻഡ്. അങ്ങനെ എന്താണ് എനിക്ക് എൻ്റെ അമ്മ ഒരു കിസ്സിങ് ഹാൻഡ് തന്നു. ഷീ കിസ്ഡ് മൈ പാം ആൻഡ് ടോൾഡ് മീ ദാറ്റ് വെൻ എവർ ഐ ഫീൽ ലോൺലി ഐ ക്യാൻ പ്രസ് മൈ ഹാൻഡ് ടു മൈ ചീക്ക് ആൻഡ് ഐ വിൽ ഫീൽ ഹെർ ലവ്. എന്നിട്ട് എന്ത് പറഞ്ഞു, നിനക്ക് എപ്പോൾ ഒരു ഒറ്റക്കാണെന്ന് തോന്നുകയാണെങ്കിൽ നീ ഇതൊന്ന് ചീക്കിലേക്ക് തടവി കൊടുക്കുക, അപ്പോൾ നിനക്ക് ആ ഒരു ലവ് നിനക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞു. ദിസ് മേഡ് മീ ഫീൽ മച്ച് ബെറ്റർ. ഇത് നിനക്ക് വളരെ നല്ല ഒരു ഫീലിംഗ് കിട്ടും. ആൻഡ് ഐ വാസ് ഏബിൾ ടു എൻജോയ് മൈ ഡേ അറ്റ് സ്കൂൾ. ഐ ഈവൺ മെയ്ഡ് ന്യൂ ഫ്രണ്ട്സ്. യുവേഴ്സ് ട്രൂലി. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ലെറ്റർ എഴുതാനും ചിലപ്പം വരാറുണ്ട്. എന്താണ് നിങ്ങളും സ്കൂളിൽ പോകുമ്പോൾ ഇതുപോലെ ഭയങ്കര അഫ്രൈഡ് ആവുന്ന ഒരു സമയത്ത് നിങ്ങൾക്കും ഇതുപോലെ ഒരു കിസ്സിങ് ഹാൻഡിലെ ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ ഒരു ലെറ്റർ എഴുതാനും വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.